മഴയും വെള്ളമൊന്നും നോട്ടമില്ലല്ലോ. ഇല്ല ഇല്ല. കുടിച്ചോ ബാ. എന്നാ വിശേഷമൊക്കെ? എന്നാ വിശേഷം ഇരിക്കുന്നു? എന്നാ വിശേഷം ഇരിക്കുന്നു? രാവിലെ മഴയൊക്കെ അല്ല ഞാൻ വൈകിട്ട് മഴയൊക്കെ അല്ലായിരുന്നോ? മഴയോ? ആ മഴ പെയ്തോട്ടെ. ആ ഭയങ്കര മഴയല്ലായിരുന്നു. മഴ പെയ്തില്ല വെള്ളം കിട്ടുമോ? ആ വെള്ളം കിട്ടിയല്ല. കുറച്ചുകൂടെ കഴിയുമ്പം വെള്ളമൊക്കെ പറ്റിപ്പോകും. ആ എന്നാലും നമ്മൾ വലയിലേക്ക് വെള്ളത്തിന് തന്നെ എവിടെ നിന്നാണ് കിട്ടണം? ആ വെള്ളം ഇറക്കണം, ടാങ്കിനകത്ത് വെള്ളം ഇറക്കണം. ആ എന്നാലേ പറ്റുള്ളൂ. ചക്ക പുഴുങ്ങാൻ പോകുന്നുണ്ടോ? ചക്ക പുഴുങ്ങാൻ കൂടുന്നുണ്ടോന്ന്? എന്നാ ചക്ക ചക്ക ചക്കയോ? ആ എനിക്കൊന്നും അറിയത്തില്ല. ഇല്ലേ? അതിനാ അങ്ങനെയാ? അതിനാ പറ്റി? ഞാനിതൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ അതുകൊണ്ട് മറന്നുപോയോ? അതൊക്കെ എനിക്ക് ചെയ്യാനോ ചെയ്തോ. അതെല്ലാം മറന്നുപോയോ? അതെല്ലാം മറന്നുപോയോ? എന്നാ ചെയ്യുന്ന കാര്യമെല്ലാം മറന്നുപോയോന്ന്? ടി വിയിലോ? ആ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മറന്നുപോയാന്നാ ചോദിച്ചത്. ആ വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടി നിറച്ച് സാധനമായിട്ട് പോയില്ല പിന്നെ മുതലാകുമോ? ചക്കയൊന്നുമില്ല, അത് കല്ല് കട്ടയൊക്കെയാ. അത്രയും ചക്ക കൊണ്ടുപോകാനായിട്ട് ഇവിടെ ചക്ക ഇരിക്കുന്നത്. അത്രയും ചക്കയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഉണ്ടോ? ഈ നാട്ടിലുണ്ടോ? പത്രം വഴിയാണോ കൊണ്ടുപോയേക്കണേ? പത്രത്തിൽ വെച്ചാണോ? ചക്കേ ആ വണ്ടിയല്ല. നമുക്ക് ചക്ക ഉണ്ടാക്കുന്ന കണ്ടാലോ? നമുക്ക് എല്ലാം മറന്നുപോയെന്നല്ല പറഞ്ഞേ. ഒന്ന് നോക്കിയാലോ? വാ, അവിടെ ഉണ്ടാക്കുന്നുണ്ട്. വാ എന്നാ വാ വാ ഇങ്ങോട്ട് വാ വാ. ചക്കയ്ക്കുള്ള മീൻകറി, ചക്കപ്പുഴുക്കനുള്ള മീൻകറി റെഡിയാകുന്നത് കേട്ടോ. അമ്മ ചക്ക എങ്ങനെയാ ഉണ്ടാക്കുന്നേ? ചക്കപ്പുഴുക്കേ എങ്ങനെയാ ഉണ്ടാക്കുന്നേ അമ്മ? ചക്കപ്പുഴുക്കോ? ആ അത് കുരു എടുത്ത് കളഞ്ഞേച്ചും പാടയെല്ലാം എടുത്ത് കളഞ്ഞേച്ചും പിന്നെ അത് അങ്ങനെ കത്തിക്കണ്ട അരിഞ്ഞെടുക്കൂലേ? അതുപോലെ ഇപ്പൊ ഞാൻ ചെയ്യുവാ. അത് കഴിഞ്ഞിട്ടോ പകുതി എല്ലാം പറിച്ച് കളഞ്ഞേച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്നാ ചെയ്യണ്ടേ? ഇതിന് മുളകൊക്കെ അരച്ചിട്ടുണ്ടേ? എന്നുവെച്ചാൽ ഇത് അരിഞ്ഞ് വെച്ചും പിന്നെ തേങ്ങ ഇരണ്ടി മഞ്ഞളും മഞ്ഞപ്പൊടി മുളകും പച്ചമുളകാണ് പച്ചമുളകും അല്ലെങ്കിൽ മുളക് പൊടിയാണ് മുളക് പൊടി ഇറക്കിയല്ല, കുരുമുളക്. കുരുമുളക് കുരുമുളക് ചേർക്കുന്നു. നിർബന്ധം ഇല്ല, പച്ചമുളക് ഇല്ല എങ്കിൽ ഇച്ചിരി കുരുമുളക് ചേർക്കാം. പിന്നെ കരിയാപ്പല, ഉള്ളി, വെളുത്തുള്ളി അല്ലേ? ജീരകം ഞാൻ ചേർക്കിയല്ല, അമ്മ ചേർക്കുമായിരുന്നു. ഞാൻ ചേർക്കി, എനിക്ക് ഇഷ്ടമില്ല ജീരകത്തിന്റെ ചുവ. ഒതുക്കി എടുത്തിട്ട് ചക്ക ആവി കയറി കഴിയുമ്പോ നമ്മളങ്ങോട്ട് ഇടും, അരപ്പിടും അല്ലേ? അരപ്പിട്ട് ആവി കയറി കുറച്ച് കഴിയുമ്പോ ഇളക്കിയെടുക്കും. അതങ്ങനെയാ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് അല്ലേ? ഉപ്പും ചേർക്കണം. ഞാൻ മറന്നുപോയി ഉപ്പ് ചേർക്കണ കാര്യം, അമ്മ ഓർത്ത്. അതെ, ഉപ്പും ചേർക്കണം പാകത്തിന്. പിന്നെ നമ്മൾ രാവിലെ ചക്കപ്പുഴുക്ക ഉണ്ടാക്കണം കേട്ടോ. ഇപ്പൊ ഇവിടെ ജോമോനും ജോമോന്റെ ഭാര്യയും ഏലിക്കുട്ടി, അവരുടെ അമ്മ ഏലിക്കുട്ടി, അവരുടെ മക്കള് വിവാനും വിവീനായും എവിടെ താമസിക്കുന്നേ? കുടുംബമായിട്ടല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. ഒരാള് തന്നെ, അമ്മയ്ക്ക് തന്നെ ഇവിടെ നിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് കുടുംബമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ചായയൊക്കെ കുടിച്ചായിരുന്നോ? ചായയൊക്കെ കുടിച്ചായിരുന്നോ? പിന്നെ ഇന്ന് എന്നാ വിശേഷമൊക്കെ ഉള്ളേ? അമ്മ എല്ലാരോടും വിശേഷം തിരക്കണല്ലേ നമ്മള് ചോദിക്കുക. എന്നാ അമ്മയ്ക്ക് വിശേഷമൊക്കെ ഉള്ള? സുഖാണോ? എന്നാ വിശേഷം ഇരിക്കണ മോളെ. ശരീരത്തിന് സുഖം ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെ? അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുവാണെങ്കിൽ പലതും ഉണ്ടാകാതിരുന്നാ മതി. അതാ ഞാനും പറയണേ. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമല്ലോ. നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യം നടത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിനും കൈക്കും കാലിനും ഒക്കെ ബലം വേണം. അതെ, വേറെ എടുത്തിട്ട് വന്ന് ചെയ്താൽ ഒന്നിനൊന്നാ. അത് പിന്നെ അവിടെ അലമ്പുക ആരോഗ്യമൊക്കെ കാണും. പൈസ എന്തോരം കൊടുത്താലും പറ്റുമില്ല. നമ്മള് തന്നെ എല്ലാം ചെയ്യണം അല്ലേ? അപ്പൊ അമ്മയുടെ ഒരു മകള് ചോദിച്ചായിരുന്നു ചക്ക പുഴുങ്ങുന്ന ഒന്ന് കാണിക്കാവോന്ന്. അമ്മയുടെ ഒരു മകള് ചോദിച്ചു ചക്ക പുഴുങ്ങുന്ന ഒന്ന് കാണിക്കാവോന്ന്. അപ്പൊ അത് കാണിക്കണ്ടേ?
പിന്നെ അതുകൊണ്ടാകട്ടെ ഇന്നത് കാണിക്കുക കേട്ടോ. അവർക്ക് അറിയത്തില്ലേ? അവരുടെ രീതി വേറെ ആയിരിക്കും. അവര് വേറെ ഒരു കരയില താമസിക്കുന്നത്, വേറെ അപ്പൊ അവിടുത്തെ രീതി വേറെ ആയിരിക്കും. നമ്മുടെ രീതി ഒന്ന് കാണാനായിരിക്കും. സ്വന്തം വീട്ടിലല്ല, വീട്ടിലാണെന്നേ, വേറെ സ്ഥലത്താ, പാലക്കാടാ. പാലക്കാടല്ലേ? തൃശ്ശൂർ. തൃശ്ശൂരല്ല, ആണോ? കുന്നംകുളല്ലേ? തൃശ്ശൂര്, പാലക്കാട്. താമസിക്കുന്ന വീട്ടിലല്ലേ? താമസിക്കുന്നത് വീട്ടിലാ. അപ്പൊ അവിടെ വെച്ചുണ്ടാക്കി പഠിക്കണം. അവർക്ക് രീതി വേറെ ആയിരിക്കുന്നേ, നമ്മുടെ രീതി ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയായിരിക്കും. കണ്ടിട്ട് പഠിക്കാനായിരിക്കുവേ, ഈ രീതിയിൽ നോക്കാനായിരിക്കും ഏതാ നല്ലതെന്ന് അറിയാവോ. കരിയാൻ കൂടുന്നുണ്ടോ ചക്ക? ഇന്ന് അമ്മ കൂടി ഒരുക്കിയ ചക്കയല്ലേ ഇത്? അതെ, ഇന്നലെ നമ്മൾ ഉണ്ടാക്കി, അമ്മയും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ചതാ ഫ്രിഡ്ജില്. ഇന്ന് രാവിലെ അല്ലെങ്കിൽ പിന്നെ വെട്ടി എടുത്ത് ഉണ്ടാക്കാൻ സമയം പോയി അല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാക്കിയേക്കാൻ രാവിലെ. ഇല്ലതേ അവിടെ ബാക്കി ഇരിപ്പുണ്ട്, ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാന്ന് ഓർത്താ. അമ്മ അരിയുന്നുണ്ടോ? അമ്മ അരിയുന്നുണ്ടോന്ന്? അരിയണം, അല്ലാതെ വല്ല നടക്കും അല്ലേ? അത്യാവശ്യമുള്ള എല്ലാം കാര്യം നമ്മൾ നടത്താൻ പിന്നെ വേറെ വല്ലതും നടക്കും പറ്റുമോ? നമുക്കറിയാവുന്നതല്ലേ. മഴക്കാലം ഇന്ന് വിവീനായിക്ക് പരീക്ഷയാട്ടോ. വിവീനായിക്കേ ഇന്ന് ഒരു പരീക്ഷയും കൂടെ ഉണ്ട്. ഞാൻ ചോദിച്ചില്ല. അമ്മയോട് ഞാനങ്ങോട്ട് പറയുകയതേ. ഞാൻ ചോദിച്ചില്ല. അവളോടോ? ചോദിച്ചില്ല. അവള് ഇന്നലെ പോയി. ഇന്ന് പരീക്ഷയാ. ഇന്ന് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോ വരും. അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. ഇപ്പൊ വിളിച്ചു പറഞ്ഞായിരുന്നു. അവള് നേഴ്സിങ്ങിന് പഠിക്കുക. ഒത്തിരി പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് തലയിൽ നിൽക്കുന്നില്ല, മറന്നു പോവാന്ന്. അതുകൊണ്ട് അമ്മച്ചിയോട് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. എലിക്കുട്ടിയോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. വിവാൻ ഏറ്റോ അമ്മേ? വിവാൻ ഏറ്റോ? വിവാൻ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ലല്ലോ. അത് ഉറങ്ങുവാ. നോക്കിയില്ലേ? നീ എവിടെ പോവാ? എവിടെ പോകുവാ? വിവാൻ പുറത്തൊന്നും കട്ടിലേല, പുറത്തില്ല. വിവാനേ ഉറക്കത്തിൽ നേരിട്ടില്ലേ ഇതവരെ? ഇവിടെയെങ്കിലും ഇല്ലെന്നേ, അവൻ കട്ടിലേലാന്നേ. അവൻ കട്ടിലേല, അവിടെയെങ്കിലും ഇല്ല. ഉറങ്ങുവാന്നേ, ഏറ്റില്ലെന്നേ. നേരെ ഉച്ചയായിട്ട് അവന് നേരത്തെ ആയിട്ട് ഏറ്റിട്ടില്ല. താമസിക്കുന്ന ഇവിടെയല്ലേ, അമ്മയുടെ കൂടെ അല്ലേ? എണീറ്റില്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെ കുടുംബമായിട്ട് ജീവിക്കുക. ഇന്നലെ വൈകിട്ട് മഴയൊക്കെ പെയ്തേ. ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു. മഴക്കാറുണ്ട് രാവിലെ. മഴ പെയ്തിട്ട് വെള്ളം ഉണ്ടാകട്ടെ. കുറേ ട്രിപ്പ് മഴ പെയ്തു. ഒരു മാസം 2 മാസമോടെ കഴിയുമ്പോൾ തീരെയല്ലേ. കുട്ടായും റാണിയൊക്കെ അടിമാലിക്ക് പോയിരിക്കുക, കല്ലാർകുട്ടിക്ക്. അപ്പോൾ അവിടെ പോയ വഴിക്കെല്ലാം ഭയങ്കര മഴയായിരുന്നു എന്ന് പറയും. ഇന്നലെ വൈകിട്ട് റാണിയുടെ വീട്ടിലോട്ട് അവർ പോയേക്കുമായിരുന്നു. റാണിയുടെ വീട്ടിലേ, കല്ലാർകുട്ടിക്ക് കുട്ടായിയൊക്കെ നമ്മുടെ കുട്ടായിയില്ലേ, കുട്ടായിയൊക്കെ ഇന്നലെ കല്ലാർകുട്ടിക്ക് പോയേക്കുമായിരുന്നു റാണിയുടെ വീട്ടില്. കെട്ടിയ വീട്ടിലേ, അവൻ്റെ കെട്ടിയ വീട്ടിലേ ഇന്നലെ പോയേക്കുമായിരുന്നു വൈകുന്നേരം. പോയ വഴിക്കെല്ലാം ഭയങ്കര മഴയായിരുന്നു ഇന്ന്. മീറ്റിംഗ്, വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോയതാ. അവിടെ അനിയത്തിയുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന. അത് കല്ലാർകുട്ടി എന്ന് പറയും. ഇവിടെ ഇടുക്കിയിലാ. ഒത്തിരി പോണം. റാണീനെ അവിടെ നിന്നല്ലേ കൊണ്ടുവന്നേക്കുന്നേ. പൈസ വണ്ടിക്ക് പോണം. പിള്ളേരെല്ലാം ഇല്ലേ? താമസിക്കുന്ന അവിടെ പടിഞ്ഞാറല്ലേ? അപ്പൊ നമ്മള് പണ്ട് താമസിച്ചോണ്ടിരുന്നിടത്ത്. അവിടുന്ന് മാറി ഇപ്പൊ മുകളിലായി.
അവിടെ നിന്ന് മാറി കരോട്ടോട്ട് കുറച്ചുകൂടെ മാറി നമ്മുടെ പഴയ വീടിരുന്നിടത്തുനിന്ന്. പഴയ വീട്ടിലായിരുന്നു അവർ. നമ്മൾ വേറെ പോയ വീട്ടിൽ ഇവിടുന്ന് അവർ പോയിട്ട് അവിടെ താമസിച്ചു. അവിടുന്ന് മുകളിലോട്ട് കയറി ആ സ്ഥലം കൂട്ടായി വിറ്റു, നമ്മുടെ വീടിരുന്ന സ്ഥലം. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ കുഞ്ഞമ്മയുണ്ട്, കുട്ടായിയുണ്ട്, റാണിയുണ്ട്, 3 പിള്ളേരും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലാ? ഞങ്ങളുടെ വീടില്ല അത്. നിങ്ങളുടെ വീട്ടിലാ? ആ. നിങ്ങളെല്ലാം കൂടെ അവിടെയാണ് താമസിക്കുന്നത്? നമ്മളിവിടെയല്ലേ താമസിക്കുന്നേ? നമ്മളിവിടെയല്ലേ താമസിക്കുന്നേ? ആ. കാരണന്മാർ തന്നെ കൂടെ ഉണ്ട്. കാരണത്തിയല്ലേ ഉള്ളൂ. പോവാണോ? ശിവാനെ കണ്ടില്ല. പോകാൻ പറ്റിയല്ലോ. അല്ല അമ്മ അമ്മയുടെ മുറിയിലോട്ട് പോവാണോന്നാ ഞാൻ ചോദിച്ചേ. വീട്ടിലോട്ട് പോണ എങ്ങനെയാ? എതിരെയാ? അമ്മയുടെ വീട് ഇതാ. ഇതാ വീട്. നീ എങ്ങും പോണ്ട. അല്ല വീട് വേറെ എന്റെ സ്വന്തം വീടിന്റെ കാര്യമാണോ നീ പറഞ്ഞത്? അമ്മയുടെ സ്വന്തം വീടാ ഇപ്പൊ ഇത്. ഞാറുകുളത്തിലല്ലേ കെട്ടിക്കൊണ്ട് വന്ന അമ്മേനെ? ഈ വീടിന്റെ പേരെന്നാ? ഞാറുകുളം ഉതിരക്കട്ട. അപ്പൊ അതല്ലേ അമ്മയുടെ വീട്? അമ്മനെ കെട്ടിക്കൊണ്ട് വന്ന വീട് അതല്ലേ? ആ. വീട് മറന്നു. നമ്മള് പടിഞ്ഞാറത്തെ വീടിന്റെ കാര്യമാണ് അമ്മ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നണേ. പടിഞ്ഞാറ് നമ്മൾ താമസിച്ച വീടില്ലേ? പടിഞ്ഞാറ് നമ്മളെ വേറെ വിട്ട വീടില്ലേ? മാച്ചേരിപ്പാറല്ലേ അവിടെ? ആ വീടാണോ ഉദ്ദേശിക്കുന്നത്? മാച്ചേരിപ്പാറ നമ്മുടെ ആശാരിമാരെ അടുത്ത് പണിക്കന്മാരെ വീടിന്റെ അവിടെ. ആ, ഇവിടെ പണിക്കത്തിയൊക്കെ ഇല്ലേ, ഓർക്കുന്നില്ലേ? അവരെ അടുത്ത് നമ്മൾ വീട് വെച്ചിരുന്നത്. സ്നേഹമായിട്ട് കണ്ടുകൂടിയാ മതി. ജാതി എന്നായാലും മതം എന്നായാലും മനുഷ്യൻ നല്ലതായിരിക്കും. അതാണ് ആവശ്യം. ഈശോയെ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാമായിട്ട് നമ്മൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നല്ലോ. പണിക്കത്തി, മീശപ്പണിക്കിന്റെ പണിക്കത്തി. അല്ലാതെ എനിക്ക് എൻ്റെ ആൾ ഇതാന്നും പറഞ്ഞ് പ്രത്യേകം വെച്ചോണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം. ചെയ്യാവുന്നതൊക്കെ എല്ലാവർക്കും ചെയ്യുകയും ചെയ്യാം. ശരീരം കൊണ്ടും പൈസ കൊണ്ടും. നമ്മുടെ ചെല്ലൻ മരിച്ചുപോയി. ചെല്ലപ്പനില്ലേ? ചെല്ലപ്പൻ. ആ, നമ്മുടെ ആശാരി ചെല്ലപ്പനില്ലേ? നമ്മളവിടെ താമസിച്ചോണ്ടിരുന്നേ. ആ, പുള്ളി മരിച്ചുപോയി. അമ്മ ഓർക്കുന്നു? ലക്ഷ്മിയും ചെല്ലനെയൊക്കെ ഓർക്കുന്നില്ലേ? ലക്ഷ്മിയും ചെല്ലനെ ഓർക്കുന്നുണ്ടോ? ലക്ഷ്മീനെയും ചെല്ലനെയൊക്കെ ഓർക്കുന്നുണ്ടോ? ചന്ദ്രൻ, നമ്മുടെ വീട് പണിത ചന്ദ്രൻ. നമ്മുടെ വീട് പണിത ചന്ദ്രനെ ഓർക്കുന്നുണ്ടോ? ലക്ഷ്മി, നമ്മുടെ ചന്ദ്രനും ചെലപ്പനും റെജീനൊക്കെ കൂടിയല്ലേ ഈ വീട് പണിതേ? അമ്മയല്ലേ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നേ? ഇല്ല ഇല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ കഴിഞ്ഞു കൂടുമല്ലോ. ആ, അത് തന്നെ. അന്തോന്നില്ലല്ലോ. ഇല്ല ഇല്ല, എല്ലാരും കൂടെ കൂടിയാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മള്. പണ്ടായിരുന്നു പണ്ട് ഇങ്ങനെയൊക്കെ നിയമങ്ങളൊക്കെ മാറ്റി. ആ, ഇപ്പോഴും അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട്. മതം ഇപ്പോഴും മതമൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഒരു ജാതി ആയാലും ഒരു മതമായാലും എല്ലാവരും ഒരുപോലെയാ. ആ, ഇപ്പോഴും മതത്തിന്റെ പേരൊക്കെ പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പറ്റാവുന്നതൊക്കെ ചെയ്യും, സഹായിക്കും, പൈസ കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ചെയ്യും. പണ്ട് നമ്മളെല്ലാം അത്യാവശ്യ കാര്യം. അതെ അതെ, പണ്ടെല്ലാവരുമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ടല്ലേ. അവിടെ പോയല്ലേ വെള്ളമൊക്കെ നമ്മൾ പണ്ട് ഓലിക്കകത്തുനിന്ന് ഊരിക്കൊണ്ടിരുന്നേ. ഇവിടെയോ? ഇവിടെ നമ്മൾ ഇത്രയും പേരില്ലേ? നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇല്ലേ? പിള്ളേരെവിടെ ഉണ്ട്? ഇവിടെ ആരാ പിള്ളേരുള്ള? ഇപ്പൊ ആരാ? ആരാന്ന് അറിയത്തില്ലേ? ആരാ കിടക്കുന്ന അവിടെ? അതേതാ? അതേതാ ചെറുക്കൻ? അമ്മ അറിയോ? ആ, അപ്പം കിടന്ന് ഉറക്കാം. ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് ക്ഷീണം. ആ, ഞാൻ പറഞ്ഞു തൂമ്പ എടുത്ത് കളക്കി കപ്പയൊക്കെ നടാൻ പറഞ്ഞു. ആ, കിടന്നാൽ മാത്രം മതിയോ? പണിയൊക്കെ ചെയ്യണ്ടേ? പണിയൊക്കെ ചെയ്യണ്ടേ? കിടന്നാൽ മാത്രം മതിയോ? പണിയൊക്കെ ചെയ്യണ്ടേ? കിടന്നാൽ മാത്രം കാര്യങ്ങൾ നടക്കുമോ? പണിയൊക്കെ ചെയ്യണ്ടേന്ന് കിടന്നാൽ മാത്രം കാര്യങ്ങൾ നടക്കുമോ എന്ന്?
അവനെ അവിടെ കിടക്കുന്നവൻ്റെ കാര്യം ചോദിച്ചേ. ആ കൊച്ച ആ ഓ അത് അതിനെക്കൊണ്ട് അതിന് മാത്രം വലിയ ജോലി വല്ലതും ചെയ്യാൻ മാത്രം. പിന്നെ 10-18 വയസ്സായില്ലേ? നമ്മുടെ മക്കളെ കൊണ്ട് അമ്മ പണിയെടുപ്പിക്കുവായിരുന്നല്ലോ. അത് മാത്രം ജോലി എടുക്കാൻ മാത്രമുള്ള പ്രായമൊന്നും എലിക്കുട്ടിയെ, എലിക്കുട്ടിയുടെ മക്കളെ കൊണ്ട് എലിക്കുട്ടി ഈ പ്രായത്തിൽ പണിയൊക്കെ എടുപ്പിക്കുവായിരുന്നല്ലോ. എലിക്കുട്ടിയുടെ മക്കളെ കൊണ്ട് ഈ പ്രായത്തിൽ പണിയൊക്കെ എടുപ്പിക്കുകയല്ലായിരുന്നോ? പറ്റാവുന്നതൊക്കെ ചെറുതായിട്ട് അവരെ കൊണ്ട് അമ്മ ചെയ്യിപ്പിക്കുമായിരുന്നു. അമ്മ കൊച്ചു മക്കളെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അവര് ചെയ്യുന്നൊന്നും അത്ര ഇഷ്ടമില്ല. എനിക്കറിയാം അവരോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ്. വിമാനകാലം ഒന്ന് പശുവിനെ വെച്ച് വെച്ച് കേട്ടപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും, ആ ഇവിടെ ആരും ഇല്ലേ, ആ കൊച്ചിനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആ പശു അങ്ങനെ കൊച്ചിനെ അവര് പഠിക്കോളൂ, പഠിക്കുകയല്ല, അവര് അതസറിയാം. അതല്ലേ പറഞ്ഞ നമ്മള് എടുക്കാൻ അറിയത്തുമില്ല. അതിലെ 18 വയസ്സായില്ലേ, ഇനിയും എടുക്കാലോ. എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. ചെയ്ത് പഠിക്കണം. അതിനു വേണ്ടിയാ പറഞ്ഞ ഭാവിയിലേക്കുള്ള കാര്യം നടക്കുള്ളൂ. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ മടിയാ, അവരെല്ലാം അത് സഹായിക്കാൻ എപ്പോഴും കാണുകയല്ല, അത് മനസ്സിലാക്കണം. അവർ മൊബൈലിൽ നോക്കി പണി പഠിക്കാന്നാ പറയുന്നത് കാര്യങ്ങളൊക്കെ. കഴിഞ്ഞോ? അപ്പോൾ ചക്ക എങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞിപ്പശു അങ്ങനെ പുല്ല് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇത് കാലത്തീരെ മുഴുവൻ തിന്നാ ഞാൻ. ഇപ്പം കാൽസ്യം ഒഴിച്ചു കൊടുത്തപ്പോൾ നിനക്ക് വേണ്ടല്ലേ? പൊന്നെ പാലൊക്കെ കുടിച്ച് അങ്ങനെ കിടക്കുവാണ്. ശരി പൊന്നെ പൊന്നിനെ ഒന്ന് ഓടിക്കണമല്ലോ ഇവിടെ കൂടെ. പൊന്നെ എന്നാ മതിയായോ? മതിയായോടി കുഞ്ഞിപ്പെണ്ണേ? ഇപ്പം നമ്മുടെ കുഞ്ഞു ചാക്കു വന്നിട്ടിപ്പം 2 ആഴ്ചയായി. ഇച്ചിരിയൊക്കെ മിനുങ്ങിയിട്ടുണ്ട്. മീനെണ്ണയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇച്ചിരി മീനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവൻ്റെ കൂട് മാറിയുകൊണ്ട് അവനൊരു വിഷമമുണ്ട്. മറ്റവന് വേറെ കൂടുണ്ടാക്കിയിട്ട് ഇവനെ ആ കൂടിലോട്ടാക്കണം. അല്ലടാ ചാക്കു, നീ എന്തിനാണ് അങ്ങ് പോക്ക് പോയക്കളഞ്ഞേ? നീ ആ പോക്ക് പോയോണ്ടല്ലേ ഈ പണിയെല്ലാം പറ്റിയത്? നിൻ്റെ സാധനം പോയത്. എനിക്കിനി വേറെ സാധനം ഉണ്ടാക്കി തരാം കേട്ടോ. ഇട്ടോ ഇത് ഉടണ്ട. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് തന്നെ തൊടുന്നുള്ളൂ. നീ അതിലേക്ക് പോയിട്ട് വന്നാന്നൊരു പിടിപാടുമില്ലല്ലോ. മൂന്നൊക്കെ കേട്ടോ വരുന്നുണ്ട്. മറ്റേ ഇങ്ങനെയൊന്നും മരത്തിലായിരുന്നു അവൻ. അല്ലേ? അവിടെ നിന്നോ കമ്പിയൊന്നും കൈ കുത്തി വിളിക്കണ്ട കേട്ടോടാ. എന്നാ ഇതാ കൈങ്ങിട്. അവനെ കൊഞ്ചിക്കണ കണ്ടപ്പോഴത്തേനും അടുത്തവൻ മൂന്ന് മുറലാൻ തുടങ്ങി. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പക്ഷേ താഴെ വീഴുന്ന കുറേ പൊട്ടിയും പോകുന്നുണ്ട്. ഇവനെ കൂടെ ഒന്ന് കൊഞ്ചിച്ചേക്കാം. ഇന്നലെ തീറ്റയെല്ലാം തിന്നല്ലടാ. ഇന്നില്ല, നീ മൊത്തം തിന്നു. അല്ലേ? മണമൊന്നും പിടിക്കണ്ട, കയ്യിലൊന്നുമില്ല. അവന് ചൊറിയാനിരിക്കാൻ, ചൊറിഞ്ഞു കൊടുക്കാൻ അല്ലേ? ഇങ്ങനെ കൊഞ്ചിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അപ്പുറത്ത് അവൻ കുരയാൻ തുടങ്ങി ഇവിടെ വന്നപ്പോൾ. രണ്ടുപേരും കൂടെ ഒരു കൂട്ടിലിട്ടാലോ? അലമുണ്ടാക്കൂടാ? രണ്ടുപേരും കൂടെ കൂട്ടിലിട്ടാ? രണ്ടുപേരും കൂടെ ഒരു കൂട്ടിലിട്ട് അലമുണ്ടാക്കുമോ? മതി. ഇനി പിന്നെ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോതയ്ക്ക് ഇടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി യൂറിയ മേടിച്ച് വെച്ചാൽ, യൂറിയ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോത കയറി വരുവേ. കുഞ്ഞിപ്പശുവിന് തീറ്റയാവും. നല്ല വെയിൽ തെളിഞ്ഞുകൊണ്ട് ആ പോതയിലെ വങ്ങിപ്പോയിട്ടാണ് അങ്ങോട്ട് ശരിക്കും കയറാത്തത്. കാര്യം പറഞ്ഞാൽ ചാണകം വളരെല്ലാം ഇട്ട് കൊടുത്താ. ചക്ക പുഴുങ്ങാൻ പോവാണ്. അതിന് 1/2 കപ്പ് വെള്ളം ഒഴിക്കും ഈ കപ്പിന്. ചക്കയിൽ ഇപ്പം മഴയൊക്കെ പെയ്തത് കൊണ്ട് ജലാംശം ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിന് പോരെങ്കിൽ നമുക്ക് അരപ്പ് ഇടുന്ന കൂടെ വെള്ളം ഒഴിച്ചു വെക്കാം. ഈ ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാതെ അതിനുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫേവററ്റ് പ്ലാവ്. നമുക്ക് കൂടുതൽ കാലം ചക്ക കിട്ടുന്ന പ്ലാവ് ഇതാണ്. ചക്കകൾ ചെറിയ കമ്പലൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. പുഴുങ്ങി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ആയിരുന്നു. ഭയങ്കര വലിയ ചക്കയായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. പിന്നെ അതങ്ങോട്ട് ചെറുതായി പോയി. സാധനം കണ്ടമാനം ചക്ക ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിൽ ചക്കയുടെ എണ്ണവും കുറവാണ്. അപ്പം ചേർക്കാനുള്ള അരപ്പാണ് കുറച്ച് കറിവേപ്പില, ഒരു 3-4 പച്ചമുളക്, ഒരു ഉണ്ട വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയെ തൊലി കളഞ്ഞ് ഒരു 5-6 കഷ്ണം ചുവന്നുള്ളി,
മഞ്ഞൾപ്പൊടി, ഇത്രയും തേങ്ങ ഇച്ചിരി കൂടുതൽ വേണേ. ചക്കയ്ക്ക് തേങ്ങ നല്ലപോലെ ചേർത്താലേ രുചി ഉണ്ടാവുള്ളൂ. ഇത്രയും ചക്കയ്ക്ക് അരമുറി തേങ്ങയോ അതോ? അരമുറി മിച്ചം എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുന്നത് നല്ലത്. ഇത് ഇത്രയും ചക്ക എത്ര പേർക്കുണ്ട്? 4 പേർക്കുണ്ടോ? അത് ഓരോരുത്തർ തിന്നുന്ന പോലെ. അല്ലേ, എന്നാലും ഏകദേശം 5 പേർക്കൊക്കെ തിന്നാം, വലിയവരാണെങ്കിൽ. ഇതൊന്ന് കല്ലേ വെച്ച് ഒതുക്കി എടുക്കുക കേട്ടോ. അരകല്ലല്ല, അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ അരകല്ലേലാണ്. മിക്സിയിൽ ചെയ്താലും മതി അല്ലേ? മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഇനി വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കല്ലേലിട്ട് അരയ്ക്കാൻ പറ്റിയല്ല. ഞാൻ ഒതുക്കി എടുക്കുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അരകല്ലേൽ ഇട്ടിട്ടാണ് അത് ഒതുക്കി എടുക്കുന്നത്. ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം നന്നായിട്ട്. ഉള്ളി, വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ സമയത്ത് അമ്മയ്ക്ക് പൽപ്പൊടി കൊടുക്കാം. പല്ല് വെച്ചോ. പല്ല് തേക്കുന്നില്ലേ? പല്ല് തേക്കാം. തേങ്ങ കേട്ടോ. അപ്പം തേങ്ങ ഒതുക്കിയെടുക്കുവാണല്ലേ? ചക്ക ഇവിടെ ആവി കയറി തുടങ്ങിയിട്ടുണ്ട്, ആവി വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ജോമള അമ്മയുടെ അടുത്ത് എടുത്ത് കാണിച്ച ചീര ഇതാണ് കേട്ടോ. ഒത്തിരി ഐറ്റം ചീര ഇവിടെ ഉണ്ട്, അതുപോലെ ഐറ്റം. ഇതിന് പ്രത്യേക പരിചരണമൊന്നും വേണ്ട. അത് ചുമ്മാ പറമ്പിലോട്ട് വലിച്ചെറിഞ്ഞാൽ പോലും കിളുത്ത് വരുന്ന ചീരയാണിത്. ഇതിലൊരു പ്രത്യേക പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതുണ്ട് ഒരു റോസ് കളർ പൂവ്. നമ്മുടെ ഒരു കാന്താരിമുളക് ഉള്ളത് ചീനി സെറ്റായി നിൽപ്പുണ്ടാവും. ഞാൻ താന്ന് പോയിട്ടൊരു അമ്പൊക്കെ വെച്ച് കിട്ടി കൊടുത്ത് അങ്ങനെ നിർത്തിയേക്കുന്നതാണ്. വേറെ അപ്പുറത്തൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാന്താരിമുളക് വളരെ കുറവാണ്. ഇടക്കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഒതുക്കിയെടുത്തു, കല്ലെല്ലാം കഴുകി വെക്കുവാണ്. ചക്ക അങ്ങനെ സൂപ്പറായിട്ട് ആവി കയറിക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ ആ വീഡിയോ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവര് എന്താ ചെയ്യുക? ഇപ്പം അമ്മ ഇതിനകത്തുണ്ട് കേട്ടോ. ഞങ്ങൾ കുക്കിംഗ് വീഡിയോ തന്നെയായിട്ടല്ല ചെയ്യുന്നത്. ഇപ്പം ഒരാൾ ചോദിച്ചുകൊണ്ട് ഇത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞങ്ങളത് കാണിക്കും കേട്ടോ. ആരും പരിഭവിക്കരുത്. എന്താ പറയുക, ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുവാണ്. എവിടെയെങ്കിലുമൊക്കെ ആവി കയറാതെ ഉണ്ടെങ്കിലേ ഒന്ന് ആവി എല്ലായിടത്തും കയറാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കും. അതിനകത്ത് ഇടയ്ക്കുണ്ട്, സാരമില്ല, അതെല്ലാം മിക്സ് ആയിക്കോളും. ഒന്നും കൂടെ നമ്മൾ ആവി വെച്ചിട്ട് അരപ്പിട്ട് കൊടുക്കാം. ചക്കയാന്ന് തോന്നുന്നു കേട്ടോ. വീട്ടിൽ ചെറിയ ചുളയാ. ഇപ്പൊ മഴ പെയ്തപ്പോഴാണ് ചുള ഇച്ചിരി വലുതായത്. അതുകൊണ്ട് അവർക്ക് മെനക്കെടാൻ കഴിയല്ലോ, അതുകൊണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ കഴിക്കുമ്പോൾ കൂടെയാണ്. നല്ലതാന്ന് പറഞ്ഞു. കൂടെയായാലും തിന്നാൻ നല്ലതാണ്, നല്ല മധുരമാണ്. ജോമോടെ വീട്ടിൽ ഒരു പ്ലാവേന്ന് ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നതാണ്. അത് ഇതേവരെ അവർ പുഴുങ്ങിയൊന്നും നോക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പുഴുങ്ങി നോക്കുന്നതാണ്. ചെറിയ ചുളയായിരുന്നു. അത് ഇപ്പോൾ ഇച്ചിരി മഴ പെയ്ത് കഴിയുമ്പോൾ വലുതാവും. പക്ഷെ വലിയ ചക്കയായിരുന്നു. അത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. വലുത് കഴിഞ്ഞാൽ ചക്ക അങ്ങ് ആകട്ടെ, റെഡി ആകട്ടെ. ചക്ക റെഡി ആകുന്നേ ഉള്ളൂ. ചക്കപ്പുഴുക്കേ റെഡി ആകുന്നേ ഉള്ളൂ. ചക്കപ്പുഴുക്ക് കഴിക്കുമോ അമ്മ? ചക്കപ്പുഴുക്ക് കഴിക്കുന്നതല്ലേ? ചക്കപ്പുഴുക്ക് കഴിക്കുന്നില്ലേ വിനീന? അല്ല, അമ്മ ചക്കപ്പുഴുക്ക് കഴിക്കുന്നല്ലേ വിനീനാന്ന് ചോദിക്കുന്നത്. അവൾ പറയാം അമ്മയ്ക്ക് ചക്കപ്പുഴുക്ക് പറ്റിയില്ലെങ്കിൽ ഓട്സ് തരാമെന്ന്. നമ്മൾ ചക്കപ്പുഴുക്കിൽ അരപ്പിനകത്തോട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് അത് മിക്സ് ചെയ്ത് പുഴുക്കിലിടുവാണേ ആവശ്യത്തിന്. അതൊന്ന് മിക്സ് ചെയ്യും. അപ്പം എല്ലാം ഒന്ന് ഇളകിക്കോളും. അരച്ച അരപ്പിനകത്ത് എല്ലാം കൂടെ ഒന്ന്
മൂടി വെച്ച് ഒന്നുകൂടെ ആവി കയറ്റിയെടുക്കും. കുഞ്ഞിപ്പശുവിൻ്റെ കൂട്ടുകാരികളിൽ 3 പേരുണ്ട്. ഇവിടെ എല്ലാം വന്ന പുല്ല് ഇതിനകത്തുനിന്ന് ഈ വീട്ടിലെല്ലാം പിടിച്ചു തിന്നാണ്. വീട്ടിലെ പ്രാണികളെല്ലാം പിടിച്ചു തിന്നാനായിട്ട് രാവിലെ വരും. ഇപ്പോൾ അതുങ്ങളെ നമ്മുടെ ഇവിടുത്തെ കാക്കയിട്ട് ഓടിക്കും. 3 ഉണ്ട്. ഇതിപ്പോൾ ഒരാളേ ഉള്ളൂ. അവിടെ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് തിന്നുന്നത്. 2 അപ്പുറത്തപ്പുറമ്പിലുണ്ട്. ുള്ള കഞ്ഞിയാണ്, 2 നേരത്തേക്കുള്ള കഞ്ഞി. ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കുള്ള കഞ്ഞിയാണ്. ചൂടാറാതിരിക്കാൻ വേണ്ടി ഞാൻ കാസറോളിൽ എടുത്ത് വെക്കും എന്ന്. ബാക്കിയുള്ളത് ഞങ്ങൾ തടയിലിടും, വാർക്കും. കേട്ടോ, നമ്മൾ ചക്ക റെഡിയായി. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചക്ക എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവരാരും ഇത് പുഴുങ്ങിയിട്ടില്ല. ഞാനാണ് ഇവിടെ കൊണ്ടുവന്ന് പുഴുങ്ങുന്നത്. അതുകൊണ്ടൊന്ന് പുഴുങ്ങിയിട്ട് അവരോടൊന്ന് പറയണം എങ്ങനെയുണ്ടെന്ന്, നല്ലതാണോ. ഇപ്പം നമ്മൾ ചക്ക അരപ്പുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. എല്ലാം നന്നായിട്ട് ജോയിൻ്റ് ആകണം. തിന്നാത്തവർക്കൊക്കെ കൊതി വരുന്നുണ്ടാവും അല്ലേ? ഇവിടെ വരുവാണെങ്കിൽ തരാം കേട്ടോ. ഞങ്ങൾക്കൂടെ ചക്കയുണ്ട്. ജൂലൈ സെപ്റ്റംബർ വരെ തിന്നാനുള്ള ചക്ക ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ചക്ക തിന്നേണ്ടവരും വേണ്ടവരും വിളിച്ചിട്ട് വന്നാൽ തരാം. ഇല്ല, ഇനി ജൂലൈ കഴിഞ്ഞിട്ട് വന്നാൽ മതി. മറ്റേ തീർന്നല്ലേ. അപ്പൊ എല്ലാം നല്ലതാണേ. ഉപ്പും എല്ലാം പാകമാണ്. കറക്റ്റാ. നോക്കട്ടെ. ഇന്നലെയൊക്കെയാണല്ലോ. ഇവരെന്നാണോ ഉണ്ടാക്കാറ് എനിക്കറിയില്ല. ചെറിയ ചൊളയായോണ്ട് അവർക്ക് പറ്റിയല്ലോ. നീ വേറെ ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്, രുചിയുണ്ട്. പല്ലൊക്കെ തേച്ചിട്ട് അടുത്ത കിടപ്പ്, ഓരോ നടപ്പും കഴിഞ്ഞുള്ള അടുത്ത കിടപ്പിലാണ് അല്ലേ. ഇത് കഴിഞ്ഞ് നീറ്റ് വന്ന് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആ, അമ്മ ചുമ്മാ വിശ്രമിക്കാൻ കിടക്കുമെന്ന് പറയുക. ചുമ്മാ കിടക്കുമെന്ന് പറയുക ഇതേ. എന്നാ ചെയ്യണം? ആ, എന്നാ ചെയ്യണം അതല്ലേ പറഞ്ഞേ. എന്നാ ചെയ്യാൻ? ഇച്ചിരി കഴിയുമ്പോൾ കാപ്പ് കുടിക്കാം. ഇച്ചിരി കഴിയുമ്പം വല്ല കഴിക്കാന്ന്. പിന്നെ മതിയോ? പിന്നെ കഴിച്ചാൽ എങ്ങനെ ശരിയാവുന്നത്? കഴിപ്പൊക്കെ വേണ്ട. അത് ആവശ്യപ്പെടുന്ന കഴിച്ച് കഴിച്ചാൽ മതി. ആ, അങ്ങനെ എപ്പോഴും പറ്റത്തില്ല. പ്രായമൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് കഴിക്കണം. വാ വാ, ഞാൻ എടുത്തോണ്ട് വരട്ടെ. എനിക്ക് വിശക്കുന്നുണ്ട്. അമ്മയും കഴിച്ചോ. അമ്മയ്ക്ക് ഞാൻ ഓട്സ് ഉണ്ടാക്കി. ചക്കപ്പുഴ തരുന്നില്ല. രാവിലെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ചക്കപ്പുഴ കൊടുക്കുന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണ് ചക്കപ്പുഴുക്ക് തിന്നാൻ. പക്ഷെ ഓട്സ് ആണ് ഒന്ന് രാവിലെ കൊടുക്കുന്നത്. കൊന്തേട്ടെ, ഇത് വെക്കാതെ കൊന്തയിരിക്കൊണ്ടിരിക്കുമല്ലേ. എനിക്ക് കേട്ടോ ജോമോന് കാന്താരി മുളകൊക്കെ അരച്ചു കൊടുത്താൽ ചക്കപ്പുഴുക്ക് തിന്നാൻ ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും ഇറച്ചിയോ മീനോ ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് ചക്കപ്പുഴുക്ക് തിന്നാൻ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് നോയമ്പ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചക്കപ്പുഴുക്ക് തിന്നുന്നത്. ഓരോരുത്തർ ശീലിച്ചു വരുന്നതായിരിക്കും, എനിക്കറിയത്തില്ല. ഉണ്ടോമേ? ഉണ്ടല്ലേ? നല്ലാണോ? അമ്മയ്ക്ക് നല്ലപോലെ ഞാൻ ശർക്കര ചീവിട്ടിട്ടുണ്ടായിരുന്നു. അല്ലെ അമ്മ പറയും മധുരം ഇല്ല. ചക്കപ്പുഴുക്ക് വേണമായിരുന്നോ? ചക്കപ്പുഴുക്ക് വേണമായിരുന്നോ? ഒന്ന് വേണ്ടേ? രാവിലെ ചക്കപ്പുഴുക്ക് വേണ്ടല്ലേ? അമ്മയ്ക്ക് ഇതാ ഇഷ്ടം. മധുരം ഉള്ളതും കൂടെ ആണല്ലോ. ഞാനിപ്പോൾ കഴിക്കുന്നില്ല. വിവാൻ ഏറ്റിട്ടില്ല. കവല വരെ പോയിട്ട് വരാം. കടയിൽ പോവാന്ന്. കടയിൽ വരെ ഒന്ന് പോയിട്ട് വരാം, എന്നിട്ടേ കഴിക്കുന്നുള്ളൂ. കച്ചവടമാണോ? കടയിൽ എന്നാ കച്ചവടം ഇരിക്കുന്നത്? കച്ചവടമൊന്നുമില്ല. കച്ചവടക്കാരനല്ല. എടുത്തു കൊടുക്കാനും നിൽക്കുമല്ല. അവിടെ സ്വന്തമായിട്ട് ജോലി ചെയ്യുക. ആരെങ്കിലും ജോലി അന്വേഷിച്ചു വരും, ജോലി കൊണ്ട് വരും.
അന്വേഷിച്ചല്ല, ജോലി കൊണ്ട് വരും. വല്ല എഴുതാനോ വരയ്ക്കാനോ ഡിസൈൻ ചെയ്യാനോ അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്തു കൊടുക്കും. അമ്മയ്ക്ക് വല്ലതും ഉണ്ടോ അങ്ങനത്തെ ജോലി കൊടുക്കാൻ? ഞാനെന്തിനും പോകും. അമ്മയൊന്നും പോണില്ല. ഞാൻ പോയിട്ട് വരാം. കവല വരെ പോയിട്ട് വരാം. എവിടേക്കാ പോകുന്നത്? കുറുപ്പന്തറ വരെ പോകുന്നേ. കുറുപ്പന്തറ. കാപ്പി കുടിച്ചാ? കാപ്പി കുടിയെല്ലാം കഴിഞ്ഞോ? കാപ്പി കുടിയെല്ലാം കഴിഞ്ഞോ? ഇല്ലേ? കാപ്പി കുടിച്ചില്ലേ ഇതുവരെ? ആഹാ. അപ്പം രാവിലെ ഓട്സ് കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ പോയതാണല്ലോ. രാവിലെ ഓട്സ് കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ പോയതാണല്ലോ. അമ്മ കഴിക്കുന്നത് കണ്ടിട്ട് പോയതാണല്ലോ. ഒന്ന് മറന്നു പോയല്ലേ? പിന്നെ കഴിച്ചിട്ടില്ലേ? പിന്നെ കഴിക്കാറായില്ല. ഇനി ഉച്ചയാകണ്ടേ? ഇങ്ങോട്ട് വന്നിട്ടില്ല. അമ്മ കഴിച്ച കാര്യമാണ് പറഞ്ഞേ. ഏലിക്കുട്ടി കഴിച്ച കാര്യമാണ് പറഞ്ഞേ. ഞാൻ എപ്പോഴാണ് വന്നത്? എപ്പോഴാണ് വന്നതെന്നോ? രാവിലെ കാപ്പി കുടിച്ച കാര്യമാണ് പറഞ്ഞേ. ഇല്ല, ഞാൻ ഇടയ്ക്ക് വന്നായിരുന്നു. വന്നായിരുന്നോ? ഒന്ന് കാപ്പി കുടിച്ചായിരുന്നോ? ഒന്ന് കാപ്പി കുടിച്ചായിരുന്നോ? ഞാൻ കാപ്പി ഒന്നും കുടിച്ചില്ല. പിന്നെ ഇവിടെ ഒന്ന് കണ്ടു കളിക്കാൻ പോയിട്ടുള്ളൂ. ആണോ? പിന്നെ ഇപ്പം എവിടെയാണ് നിൽക്കുന്നേ? ഇപ്പം പിന്നെ എവിടെയാണ് നിൽക്കുന്നേ? നീ പോവില്ല. പോവാണോ? പിന്നെ ആ, വീട്ടിലോട്ട് പോകാം. ആണോ? ഞാൻ കാപ്പി കുടിക്കാൻ പോവാ കേട്ടോ. കാപ്പി കുടിക്കാൻ വന്നാ. ചക്കപ്പുഴുക്ക് തിന്നാൻ. ചക്ക പുഴുങ്ങിയിട്ടുണ്ട്. ചക്ക പുഴുങ്ങിയിട്ടില്ലേ? ചക്ക രാവിലെ. ചക്കയോ? ആ അത് കഴിക്കാൻ വന്നാ. ഉണ്ടായിരുന്നു. രാവിലെ അമ്മ പറഞ്ഞാണല്ലോ ചക്ക പുഴുങ്ങണതിൻ്റെ എങ്ങനെയൊക്കെ ചേർക്കണം എന്നുള്ളത്. അമ്മ പറഞ്ഞായിരുന്നു രാവിലെ എങ്ങനെയൊക്കെ ചക്ക പുഴുങ്ങേണ്ടത് എങ്ങനെയാന്ന്, എന്നൊക്കെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞാൽ. ആ ഞാൻ കഴിച്ചിട്ട് വരാം. പിന്നെ ആര് പറഞ്ഞു? അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ തുടങ്ങാം. വിവാനിപ്പോൾ ഇത് വന്നേ ഉള്ളൂ. വിവാൻ പല്ലൊക്കെ തേച്ച് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചക്കപ്പുഴുക്കാണ് കഴിക്കുന്നത്. ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. പ്ലാവാല ചക്ക ആദ്യമായിട്ട് പുഴുങ്ങുന്ന കേട്ടോ. നല്ല പുഴുക്കാണോ? ഇച്ചിരി വെള്ളം കുറവുണ്ട് അല്ലേ? ചൂട് അയണായിരുന്നു. വെള്ളം ഉണ്ടെന്നിടത്ത്, മഴ വെള്ളം ഉണ്ടെന്നിടത്ത് മമ്മി വെള്ളം കുറച്ച് കഴിച്ചു. ചൂട് അയയായിരുന്നു. ചൂട് രസമുണ്ടായിരുന്നു. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.